കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ്. ഭാഗം 1. എടി തുമ്പി, നേരം പോയിട്ടോ. അമ്പലത്തിലൊന്നു പോയി തൊഴാൻ വല്യമ്മ പറഞ്ഞതല്ലേ. ചെറിയച്ഛൻ്റെ മോൾ അഞ്ജന എന്ന അച്ചു പിന്നിൽ നിന്ന് വിളിച്ചപ്പോൾ തൊടിയിലെ മൂവാണ്ടൻമാവിൻ്റെ കൊമ്പിൽ കയറി മാങ്ങ പൊട്ടിക്കുന്ന തുമ്പി കീഴ്മേലൊന്നു നോക്കി. നേരെ എത്ര അടി? 7:30. നിനക്കിനി കുളിക്കണ്ടേ? ഞാൻ വരുന്നടി. അവൾ ഊർന്ന് താഴേക്കിറങ്ങി. എന്നിട്ട് 2-3 മാങ്ങ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ദേവിച്ചിട്ടയുടെ കൈകൊണ്ട് കൊടുക്ക്. മാങ്ങാ ചമ്മന്തി അരയ്ക്കാനാ, നിച്ചുക്കുട്ടനെ ചോറുംപൊതി കെട്ടാൻ. അതും മേടിച്ചുകൊണ്ട് അഞ്ജന ഉമ്മറത്തേക്ക് കയറി. തുമ്പി നേരെ പോയത് കുളത്തിലേക്കാണ്. വേഗം കുളത്തിലൊന്ന് നീന്തി തുടിച്ചിട്ട് മറപ്പുരയിൽ പോയി വേഷം മാറി ഒരു പട്ടുപാവാടയും ഉടുത്ത് അവൾ പിന്നാമ്പുറത്തോടി വീട്ടിലേക്ക് പ്രവേശിച്ചു. എല്ലാം തൊട്ടുപിടിച്ച് അശുദ്ധിയായി കിടക്കുന്നതാണ്. ഈ കുട്ടിയെ കൊണ്ട് തോറ്റു. ക്ഷേത്രത്തിൽ പോകേണ്ടതല്ലേ നിനക്ക്? വേഷം വരെ മാറിയതാ. മുത്തശ്ശി ദേഷ്യത്തിൽ തുമ്പിയെ നോക്കി ഒന്ന് പിറുപിറുത്തു. അവളാണെങ്കിൽ അവരെ ഗൗനിക്കാതെ മുറിയിലേക്ക് പോയി. കുറച്ച് പൗഡർ എടുത്ത് പൂശി ദേവിച്ചട്ടി ഉണ്ടാക്കി തന്ന കരിമഷി എടുത്ത് അല്പം മോതിരവിരൽ കൊണ്ട് കണ്ണിലെഴുതി. ചെറിയ നീറ്റിലുണ്ടെങ്കിലും വല്ലാത്ത കുളിർമ. വെണ്ണക്കല്ലിൻ്റെ ഒരു പൊട്ടും തൊട്ട് മുടിയെല്ലാം കൈകൊണ്ട് കോതി കെട്ടു വിടുവിച്ചിട്ടു. എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് നടന്നു. ഇത് കാർത്തുമ്പി എന്നെല്ലാവരും വിളിക്കുന്ന കാർത്തിക. MBA കഴിഞ്ഞ് ആഭാസ് ഇന്നോവേഷൻസ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണവൾ. വീട്ടിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്താൽ മതി അവിടേക്ക്. ഒരു കൂട്ടുകുടുംബമാണ് അവരുടേത്. മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും അവളും, പിന്നെ ചെറിയച്ഛനും ചിറ്റമ്മയും 2 കുട്ടികളും. പിന്നെ അച്ഛൻ്റെ പെങ്ങളുണ്ട്. അവരുടെ ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതിൽ പിന്നെ തറവാട്ടിലാണ് താമസം. മൊത്തം 10 ആളുകളുണ്ട് അവിടെ. എല്ലാവരും ആകെ സന്തോഷത്തിലാണ്. ഇന്ന് അവളുടെ പെണ്ണുകാണൽ ചടങ്ങാണ്. ആദ്യമായിട്ട് നടക്കുന്ന പെണ്ണുകാണൽ ചടങ്ങാണ് തറവാട്ടിൽ. 2 ദിവസം മുന്നേ ചെക്കൻ വരുമെന്ന് അറിയിപ്പ് കിട്ടിയതും ഒരുക്കങ്ങൾ ആരംഭിച്ചു. ചെക്കൻ പട്ടാളത്തിലാണ്. അത് കേട്ടതും വല്ലാത്ത ഭയമായിരുന്നു അവൾക്കപ്പോൾ. ഉറക്കം പോലും നഷ്ടമായതുപോലെ തോന്നി. പിന്നെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ധീര ജവാന്റെ ഭാര്യയാകുമല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ആ ഭയം മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായി. കാലത്തെ അമ്പലത്തിലേക്ക് പോകുകയാണ് തുമ്പിയും അഞ്ജനയെന്ന അച്ചുവും. കണ്ട പൂവിനോടും പുല്ലിനോടും കിന്നാരം പറഞ്ഞ് നിൽക്കാണ്ട് വേഗം ഇങ്ങ് എത്തിക്കോണം 2 ആളും. കേട്ടല്ലോ പറഞ്ഞത്. പടിപ്പുര കടന്നതും അച്ഛൻ്റെ മുന്നിലേക്കാണ് ചെന്നത്. എന്താ ചായ കവറിൽ? ഹൽവയുണ്ടോ? മറുപടിയായി തുമ്പി അച്ഛൻ്റെ കയ്യിലിരുന്ന വെള്ള കവറിലേക്ക് നോക്കി. പോയിട്ട് വേഗം വാ. അച്ഛാ, ഹൽവ മുഴുവനും മുറിച്ചു വെച്ച് ആ ചെക്കനെയും കൂട്ടരെയും തീറ്റിച്ച് കളയല്ലേ. അമ്മയോടൊന്ന് പറയണേ. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് വീട്ടിലേക്ക് കയറിപ്പോയി. ഇന്ന് കളക്ഷൻ കുറവാണല്ലോടി. ആൽത്തറയിൽ ഒറ്റ എണ്ണം പോലും ഇല്ല. തുമ്പി നിരാശയോടെ അനുജത്തിയെ നോക്കി. അവൾ ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ടു ഇടയ്ക്ക് കൊട്ടിപ്പാടുന്ന കിച്ചനെന്നെല്ലാവരും വിളിക്കുന്ന കൃഷ്ണശങ്കറിനെ. തുമ്പിയെ കണ്ടതും അവൻ മുഖം വെട്ടിത്തിരിച്ചു. അതിനു മുന്നേ അവൾ അവനെ നോക്കിയൊന്ന് വെളുക്കനെ ചിരിച്ചു. എന്നിട്ടൊരു കണ്ണിറക്കി കാണിച്ചു. പെട്ടെന്ന് അവൻ ചൊല്ലുന്ന കീർത്തനത്തിൻ്റെ വരി ഒന്ന് തെറ്റി. ഒരു പിടച്ചിലൂടെ വീണ്ടും അവൻ പാടിത്തുടങ്ങി. അത് കണ്ടതും അടക്കി ചിരിച്ചുകൊണ്ട് തുമ്പി ശ്രീകോവിലിനെ ചുറ്റിപ്രദക്ഷിണം വെച്ചു. ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു. എൻ്റെ ശിവനെ, എനിക്ക് വിധിച്ചയാളാണെങ്കിൽ ഇന്ന് വരുന്ന ആ ധീര യോദ്ധാവിനെ എത്രയും പെട്ടെന്നെങ്കിൽ തന്നേക്കണേ. പിന്നെ പുള്ളിക്ക് ഡ്യൂട്ടി ഇപ്പോൾ പഞ്ചാബിൻ്റെ ഏതോ അതിർത്തി പ്രദേശത്താണെന്നാണ് പറഞ്ഞ്. വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങളൊക്കെ ഒന്ന് കാണണം. പറ്റുവാണേൽ അവിടുന്ന് സിക്കിം വരെ പോകണം. പിന്നെ കുളു, മണാലി, അത് കഴിഞ്ഞ് കാശ്മീർ, പിന്നെ സ്വിറ്റ്സർലൻഡ്, അങ്ങനെ. പിന്നൊരു കാര്യം, എനിക്ക് വിധിച്ചത് അയാളല്ലെങ്കിൽ, നിനക്കിത് താല്പര്യമില്ലെങ്കിൽ, ഇത് വേണ്ടെങ്കിൽ ഇതിവിടം കൊണ്ട് നിർത്തിയേക്കണം. ഓക്കെ? അപ്പോൾ സെറ്റില്ലേ? മിഴികൾ മെല്ലെ തുറന്നുകൊണ്ട്
ഭഗവാനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം തിരിഞ്ഞതും അവൾ എന്തിലോ പോയി തട്ടി നിന്നു. ഈശ്വര, ഇതാരുടെ പെരുമാറാണ്? അവൾ മെല്ലെ മുഖമുയർത്തി. ഒരു സുന്ദരനായ യുവാവ്, വെളുത്ത നിറം, നല്ല ഉയരവും വെട്ടി ഒതുക്കിയ മുടിയും മീശയും. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയാണവൻ. ഹോ, ആരിത്? ഇനി ആ പട്ടാളക്കാരനെങ്ങാനും വഴിതെറ്റി വന്നതാണോ? അവനെ നോക്കി നിന്നതും അച്ചു അവളുടെ കൈത്തണ്ടയിൽ ഒന്ന് പിച്ചി. എന്തടി കോപ്പേ? പോകണ്ടേ നമുക്ക്? വലിച്ചും വഴക്കു പറയും. അവളുടെ പിന്നാലെ ഓടുമ്പോഴും കാർത്തു ഒന്നോടെ തിരിഞ്ഞു നോക്കി. പിന്തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആ യുവാവ് അപ്പോഴും. ഈശ്വര, ആരിത്? ഈ നാട്ടുകാരനല്ലെന്ന് തോന്നുന്നു. കാർത്തു ഉള്ളിലെ ആശങ്ക മറച്ചു വെച്ചില്ല. ആരുടെ കാര്യമാണ് തുമ്പി നീ പറയുന്നത്? അച്ചുവിന് സംശയമായി. നീ കണ്ടില്ല അപ്പോൾ? ആരെ? എടി, ശ്രീകോവിലിൻ്റെ മുന്നിൽ തൊഴുതുകൊണ്ട് നിന്ന ആ സുന്ദരനെ. ആ, ഞാനൊന്നും കണ്ടില്ല. നീ വരാൻ നോക്ക്. ചുമ്മാ വായി നോക്കി നിന്നോളും. അച്ചു അവളെ നോക്കി കണ്ണുരുട്ടി. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ആകെ സങ്കടപ്പെട്ട് വാതിൽക്കലിരിക്കുന്നു. എന്താടി, ആകെ ശോകാണല്ലോ. എന്തോ പറ്റി? മുറ്റത്തേക്ക് കയറുമ്പോൾ കാർത്തു മെല്ലെ അച്ചുവിനെ നോക്കി. പറഞ്ഞ പോലെ നേരാണല്ലോ, സംതിങ് ഫിഷി. അച്ചുവും പിറുപിറുത്തു. എന്താ ചിറ്റേ, എല്ലാവരും ഭയങ്കര ആലോചനയിലാണല്ലോ. താടിക്ക് കൈയും കൂടി തിരിക്കുന്ന മുത്തച്ഛനെയും അച്ഛനെയും ഒക്കെ നോക്കിക്കൊണ്ട് അവർ രണ്ടാളും ചിറ്റയുടെ പിന്നിലേക്ക് ചെന്നു. അവർ പക്ഷെ ഒന്നും പറയാതെ നിന്നു. മുത്തശ്ശ, എന്താ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഒന്ന് പറയൂന്നേ. കാർത്തൂൻ്റെ ക്ഷമ നശിച്ചു. അത്, എൻ്റെ കുട്ടി സങ്കടപ്പെടരുത്. നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. പോട്ടെ, സാരില്ല. കാർത്തൂൻ്റെ നെറുകയിൽ തഴുകിക്കൊണ്ട് അയാൾ പറഞ്ഞു. എൻ്റെ അച്യുതൻ നായരെ, മനസ്സിലാകുന്ന ഭാഷയിൽ പറയും. വെറുതെ മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ. അത് മോളെ, ആ ചെക്കന് വേറൊരു ആലോചന ഒത്തുന്ന്. അതുകൊണ്ട് അവരിവിടേക്ക് മോളെ പെണ്ണ് കാണാൻ വരില്ലത്രേ. മുത്തശ്ശനത് പറയുകയും കാർത്തു തുള്ളിച്ചാടി. ഡി അച്ചു, വേഗം പോയി ജിലേബിയും ലഡുവും ഒക്കെ എടുത്തുകൊണ്ട് വാ. ഹൽവ തീർക്കല്ലേ, എനിക്കത് മാത്രം മതി. കൊതിയാവുന്നു. ഡാൻസ് കളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നവളെ നോക്കി എല്ലാവരും തലയിൽ കൈവച്ച് നിന്നുപോയി. അച്ഛാ, എന്നാൽ പിന്നെ ഞാനിന്ന് ഓഫീസിലേക്ക് പോയിക്കോട്ടെ. ഒരു ഹൽവയുടെ പീസ് വായിലിട്ടുകൊണ്ട് കാർത്തു അച്ഛൻ്റെ അരികിലേക്ക് വന്നു. പൊയ്ക്കോളൂ. വെറുതെ ഒരു ദിവസത്തെ ക്ലാസ് മുടക്കണ്ടച്ചോ. മോളും ജോലിക്ക് പൊയ്ക്കോ. എന്തിനാ ലീവ് എടുക്കുന്നത്? അത് കേട്ടതും അച്ചുവിൻ്റെ മുഖം വാടി. അവൾക്കാണെങ്കിൽ ഇന്നൊരു എക്സാം ഉണ്ടായിരുന്നു. കാർത്തുവിൻ്റെ പെണ്ണ് കാണൽ ചടങ്ങ് പ്രമാണിച്ച് ഇന്നത്തെ ദിവസം ലീവ് എടുത്തോളാൻ അമ്മ പറഞ്ഞതുകൊണ്ട് അവളാണെങ്കിൽ ഒന്നും പഠിച്ചതുമില്ല. മറ്റു ഗത്യന്തരം ഒന്നുമില്ലാതെ മുഖം വീർപ്പിച്ചുകൊണ്ട് അച്ചുവും ചേച്ചിയുടെ പിന്നാലെ പോയി. ശോ, എന്നാലും നമ്മുടെ പട്ടാളക്കാരൻ. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. കാദംബരി ഹൽദി സെലിബ്രേഷൻ, പിന്നെ നമ്മുടെ കിഴക്കുവശത്ത് പന്തലിട്ടിട്ട് അവിടെ വെച്ച് മൈലാഞ്ചി, ഗുരുവായൂർ വെച്ച് താലികെട്ട്, സരോവരത്തിൽ സദ്യ, പിന്നെ ബീച്ചിൻ്റെ തീരത്ത് വെച്ച് റിസപ്ഷൻ. അങ്ങനെ ഒടുക്കം പവനായി ശവമായി. ലേഡി അച്ചുവേ. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴെല്ലാം കാർത്തു അതാണ് പറഞ്ഞത്. ശോ, ആ വൃത്തികെട്ടവൻ ഇങ്ങനെ പോക്കൃത്തരം കാണിക്കുമെന്ന് നമ്മൾ ഓർത്തോ തുമ്പി? അവനെങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്ന് അവൻ്റെ രക്തം കുടിച്ചിട്ട് അവൻ്റെ കുടലുമാല എഴുത്തിൻ്റെ കഴുത്തിലിട്ടേനെ. അച്ചു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഇവൾക്കിതെന്തു പറ്റി? എന്നേക്കാൾ വയലൻ്റായത് ഇവളാണല്ലോ. കാർത്തു അനുജത്തിയെ സൂക്ഷിച്ചു നോക്കി. നിനക്കെന്താ പറ്റിയേ? അപ്പോഴാണ് അച്ചുവും താൻ പറഞ്ഞത് ലേശം കൂടിപ്പോയല്ലോ എന്നോർത്തത്. ഒന്നുമില്ല, എനിക്കിന്ന് അക്കൗണ്ടൻസിയുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതാ. അച്ചു BCom സെക്കൻഡ് ഇയർ ആണ്, സെയിൻറ്റ് ആൻസ് കോളേജിൽ. ഓ, അതാണോ കാര്യം? ഞാൻ പേടിച്ചുപോയി. നിനക്ക് എന്തു പറ്റിയെന്ന് ഓർത്തുപോയി. കാർത്തു റോഡിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് അവളോടായി പറഞ്ഞു. പെട്ടെന്ന് ഒരു കാർ വന്നു പിന്നിൽ നിന്നും ഹോൺ മുഴക്കി. കാർത്തു അപ്പോഴും റോഡിൽ തന്നെ നിന്നു.
അച്ചു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഇതാരാടി ഇവൻ? കുറച്ച് നേരമായല്ലോ തുടങ്ങിയിട്ട്. അവളുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് കാർത്തു കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. അവനെ കണ്ടതും കാർത്തുവിൻ്റെ കിളി പോയി. കാലത്തെ അമ്പലത്തിൽ വെച്ച് കണ്ടയാള്. പീച്ച് നിറമുള്ള ഷർട്ടും ക്രീമിൻ്റെ കുറച്ച് കടുപ്പം കുറഞ്ഞ പാൻറ്റുമാണ് വേഷം. കാലത്തെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചന്ദനമാണെന്ന് തോന്നുന്നു. നെറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. മുടിയൊക്കെ നന്നായി ചീവി ഒതുക്കി വെച്ചിരിക്കുന്നു. കാർത്തു അവനെ നോക്കി നിന്നുപോയി. ഡി, എവിടെ നോക്കിയാടി നീയൊക്കെ നടക്കുന്നത്? വണ്ടി ഹോൺ അടിച്ചിട്ട് പോലും മാറാതെ എന്ത് കിന്നാരം പറയുക. അവനാണെങ്കിൽ കാർത്തൂനെ നോക്കി ഒച്ച വെച്ചു. എടീന്നോ? താൻ ആരാടോ എന്നെ എടി പൊടിയെന്ന് വിളിക്കാൻ? അവൾക്കും ദേഷ്യം വന്നു. പിന്നെ നിന്നെയൊക്കെ എന്താ വിളിക്കേണ്ടത്? കൊച്ചു തമ്പുരാട്ടിന്നാ. അവനും വിട്ടുകൊടുത്തില്ല. ദേ എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നോട് ആളാകാൻ നോക്കിയാലേ താൻ വിവരം അറിയും, കേട്ടല്ലോ. ഞാനൊന്ന് ഒച്ച വെച്ചാൽ പിന്നെ എന്താ നടക്കുന്നതെന്ന് കാണണോ? അവൻ്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നുകൊണ്ട് കാർത്തു പറഞ്ഞു. നീ ഈ ടൈപ്പാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. നീ ഒച്ച വെച്ച ആളെ കൂട്ട്, എന്നിട്ട് ബാക്കി ഞാൻ നോക്കിക്കോളാം. താൻ ആരാടോ? ഏത് നാട്ടിൽ നിന്നുള്ള ഇറക്കുമതിയാ? കണ്ടാൽ സുന്ദരൻ, വായിന്ന് വീഴുന്നതോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ മനുഷ്യൻ്റെ സമയം കെടുത്താനായിട്ട്. മാറടി അങ്ങോട്ട്. അവൻ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ തുടങ്ങിയതും കാർത്തു മനഃപൂർവ്വം കുറച്ച് ചെളിവെള്ളം അവൻ്റെ പാൻറ്റിലേക്ക് തെറിപ്പിച്ചു. അത് കണ്ടതും അവന് കലി കയറി. ഡി, അലറിക്കൊണ്ടവൻ വന്നതും കാർത്തു ഓടി. തുമ്പി, നിനക്കിത്തിരി കൂടുന്നുണ്ട്. ആരാണെന്ന് പോലും അറിയില്ല. വെറുതെ അയാളുമായിട്ട് ഉടക്കി സീനാക്കി. വല്ലച്ചനെങ്ങാനും അറിഞ്ഞാൽ തീർന്നു. അവനൊരെല്ല് കൂടുതലാണ്, അതുകൊണ്ടല്ലേ. നീ വാ. ദേ ബസ് വന്നു. രണ്ടാളും കൂടി ബസ്സിൽ കയറി. കോളേജ് പടി എത്തിയതും അച്ചു അവളോട് യാത്ര പറഞ്ഞിറങ്ങി. പിന്നെയും അരമണിക്കൂർ മിച്ചമുണ്ട് അവിടേക്ക്. ഓഫീസിലെത്തിയപ്പോൾ കണ്ടു തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഗിരി. എന്താടാ? എടി, നീ ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ട്. ആ പിന്നെ ഞാൻ ഇപ്പോൾ വരാമേ, ഒരു ബൊക്കെ മേടിക്കാനാണ്. അതെന്തിനാ? അവൾക്ക് സംശയമേറി. അതെ, നമ്മുടെ പുതിയ MD ഇന്ന് ചാർജ് എടുക്കുക, ധരൻ കൃഷ്ണൻ. ഓ, അതിന്നാണോ? യേസ് മോളെ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിനക്ക് മെയിലരച്ചിരുന്നു, നോക്കിയില്ലേ? ആ, തിരക്കിനിടയിൽ വിട്ടുപോയി, അതാ. അവൾ ഓഫീസിലേക്ക് കയറിപ്പോയി. വൃന്ദയും പവിയും ഡെന്നീസുമൊക്കെ ആകെ ബിസിയായി ഓടി നടക്കുന്നു. കാർത്തു, നീ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ പട്ടാളക്കാരൻ വന്നിട്ട് പോയോ? മിഥുൻ ചോദിച്ചപ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചു. അയാൾക്ക് വരാൻ പറ്റിയില്ലടാ. അതെന്താടി? അതിർത്ത് വരെയൊന്ന് പോകേണ്ടി വന്നു. സോ പെണ്ണ് കാണാൻ വേറൊരു ദിവസത്തേക്ക്. പുതിയ MD വരുമല്ലേ? അതെടി, ഷാർപ്പ് 10 AM എത്തുമെന്നൊക്കെ പറഞ്ഞതാ. പക്ഷേ സാറിനെന്തോ അസൗകര്യം. അനുവാണ് അവളോട് പറഞ്ഞത്. വരട്ടെ, നോക്കാമല്ലേ. രമേഷ് സാർ ഒരു പാവമായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് കാർത്തു തൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. കോഫി ബ്രൗൺ നിറമുള്ള ഒരു സൽവാറായിരുന്നു അവളുടെ വേഷം. മുടിയൊക്കെ ഒന്നുകൂടെ കൈകൊണ്ട് മാടി ഒതുക്കിയിട്ട് അവൾ തൻ്റെ ചെയറിലേക്ക് പോയിരുന്നു. ലാപ്പ് ഓൺ ചെയ്തു. മെയിൽസൊക്കെ ചെക്ക് ചെയ്തു. കാർത്തിക, സാറെത്തി, വെൽക്കം ചെയ്യാൻ പാടി. അനു വന്ന് വിളിച്ചതും കാർത്തു എഴുന്നേറ്റ് അവളുടെ പിന്നാലെ ചെന്നു. സ്ത്രീജനങ്ങളൊക്കെ അവനെ കണ്ട് പുളകിതരായി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ലേശം ലേറ്റായിപ്പോയി. ഗാംഭീര്യമുള്ള ശബ്ദം എവിടെയോ കേട്ട പരിചയം പോലെ. കാർത്തു എത്തി വലിഞ്ഞു നോക്കിയതും അവളുടെ കിളി പോയി. തൊണ്ടയൊക്കെ വറ്റി വരണ്ടു. ഈശ്വര, ഇയാളോ? അവൾ പിന്നിലേക്ക് അല്പം മാറി. ധരൻ അകത്തേക്ക് പ്രവേശിച്ചു. വേഷമൊക്കെ മാറിയിരിക്കുന്നു. മൊത്തം 27 സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. ഓരോ സെക്ഷനായി വിശദീകരിച്ച് കൊടുക്കുകയാണ് ഗിരി. 4 സെക്ഷൻ, അതിൻ്റെ ഓരോ ഹെഡ്, അവരുടെ കീഴിലുള്ള ബാക്കി മെമ്പേഴ്സ്. ശരി ശരി, എല്ലാവരെയും പരിചയപ്പെടാം. ഇന്ന് ഞാൻ എത്തിയത് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് മീറ്റ് ചെയ്യാം. അവൻ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. കാർത്തു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവളുടെ റൂമിലേക്ക് നടന്നു. തുടരും.